NOCയിൽ നിങ്ങൾക്ക് 2019 വി ഓപ്ഷൻ ക്രിസ്റ്റ കൊണ്ടുപോകാം. 29,000 കിലോമീറ്റർ ഓടിയുണ്ട്. 29,000. ഓക്കെ, 20 ഇറങ്ങിയ വണ്ടിയാണ്. കേരള വണ്ടി ഒറിജിനൽ. 2016 Z ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി, ലോ കിലോമീറ്റർ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഇന്നോവ ക്രിസ്റ്റകൾ തപ്പുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യണ്ട. അടിപൊളി ക്വാളിറ്റിയുള്ള, അതായത് ലോ കിലോമീറ്റർ 1 ലാഖിൻ്റെ താഴെ ഓടിയ കൂടുതൽ ക്രിസ്റ്റകളാണ് ഇവിടെ ഉള്ളത്. ഒരു ക്രിസ്റ്റ മറ്റേ 1 ലാഖിൻ്റെ മുകളിൽ പോയിട്ടുള്ളൂ, അതും ജസ്റ്റ് 1 ലാഖിൻ്റെ അടുത്ത് ഓടിയ വണ്ടികൾ. ഫോർച്യൂണർ ഉണ്ട്, ബാക്കി നിരത്തി ക്രിസ്റ്റകൾ, ബെൻസ്, റേഞ്ച് റോവർ, ഇത്രയും വാഹനങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ലോ കിലോമീറ്റർ ക്വാളിറ്റി വണ്ടി തപ്പുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിളിച്ചോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് അസീസ് ഖാനെ സ്വാഗതം ചെയ്യാം. അസീസ് ഖാ, സ്വാഗതം. സുഖമല്ലേ? സുഖം. ഓക്കെ, അപ്പോൾ TKC കാസ് കോഴിക്കോട് നരിക്കുനിയാണ്. അസീസ് ഖാ ഇപ്പം വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പുതിയ ഷോറൂം തുറക്കാൻ പോകാം അല്ലേ? പുതിയ ഷോറൂം വരുന്നുണ്ട്. എവിടെയാട്ടാ? താമരശ്ശേരി ഭാഗത്താ? കറക്റ്റ് എവിടെയാ? താമരശ്ശേരി വാവാട് അല്ലേ? കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് അത്. വലിയ ഷോറൂം ആയിട്ടാണ് തുറക്കുക? വലിയ ഷോറൂം ആയിട്ടാണ്. ഓക്കെ, എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. എത്ര മാസം കൊണ്ട്? 2 മാസം കൊണ്ട് കഴിയും. 2 മാസം കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വണ്ടി വേണ്ടവർ വീട്ടിലേക്ക് വരാം. ഇനി അത് കഴിഞ്ഞ് വേണ്ടവർക്ക് ഷോറൂമിലേക്ക് വരാം. ഓക്കെ, എല്ലാ സെഗ്മെന്റും കൊടുക്കും അവിടെ? എല്ലാ സെഗ്മെന്റും? എല്ലാ വണ്ടിയും ഉണ്ട്. കേരള വണ്ടി, റീ വണ്ടി എല്ലാം വെക്കുന്നുണ്ട്. പ്രീമിയം വണ്ടികൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കേരളയുണ്ട്, റീ ഉണ്ട്. റീ ആണ് കൂടുതലുള്ളത് അല്ലേ? ഓക്കെ, എല്ലാം ചെയ്യുന്നുണ്ട്. പ്രീമിയം വേണേൽ അതും വിളിക്കാം. ചെറുവണ്ടികൾ ഇന്നത്തെ വീഡിയോ ഇല്ല. ചെറുവണ്ടികൾ ഇല്ല. ഇന്ന് ഫോർച്യൂണർ, ക്രിസ്റ്റ അങ്ങനെ തന്നെയല്ലോ. ആ വണ്ടിയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെറുവണ്ടികൾ കാണിച്ചിരുന്നു. എല്ലാ വണ്ടിയും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വലിയ സെഗ്മെന്റ് തന്നെയാണ്. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അസീസ് ഖാൻ നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. വണ്ടിന്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലല്ലോ? ഒന്നുമില്ല. ധൈര്യത്തിലെടുക്കാം. ഓക്കെ, മേജർ ആക്സിഡന്റ് ക്ലെയിമുള്ള വണ്ടികളൊന്നുമില്ല. ലോ കിലോമീറ്റർ. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ, നമ്മൾ ആദ്യം ഒരു റീവണ്ടിയിൽ തുടങ്ങുകയാണ്. ഹരിയാന രജിസ്ട്രേഷനിൽ കിടക്കുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റയാണ്. അതും നല്ലൊരു അടിപൊളി ഗ്രേ കളർ വണ്ടി. ഇപ്പോൾ NOCക്ക് കുറച്ച് ടൈം വരുന്നുണ്ട് തോന്നുന്നു അല്ലേ? 1 മാസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കും. 1 മാസത്തിൻ്റെ ഉള്ളിൽ. ഓക്കെ, ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. മൊത്തത്തിൽ എനിക്കും പരാതി കിട്ടുന്നുണ്ട്, NOC കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ചില വണ്ടിക്ക് ചില രജിസ്ട്രേഷനിൽ ഇത് കുറച്ച് ലേറ്റ് ആവുന്ന ഞാൻ തോന്നുന്നത്. 1 മാസത്തിനുള്ളിൽ എന്തായാലും കിട്ടുന്നുണ്ട്. ഓക്കെ, ക്രിസ്റ്റ ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇന്ന് ഇവിടെ ഉള്ള ഏറ്റവും കൂടുതൽ ഓടിയ വണ്ടി ഇതാണ്. അതെ. എത്ര ഓട്ടം ഇതിന്റെ? 1,10,000 കിലോമീറ്റർ ഓടിയുണ്ട്. 1.10. ബാക്കിയെല്ലാം 1 ലാഖിന്റെ താഴെയുള്ള വണ്ടികളാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? 2018 Z ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. Z ഓട്ടോമാറ്റിക് ആണ്. 18 മോഡലിൽ. 18 ലാസ്റ്റ് അല്ല വരുന്നത്? 18 ലാസ്റ്റ്. ഓക്കെ, എന്തെങ്കിലും ക്ലെയിം കാര്യങ്ങൾ? ഒരു ക്ലെയിം ഇല്ല, ഒരു സ്ക്രാച്ച് പോലും ഇല്ല. അത്രയും നീറ്റ് വണ്ടി. ഫുൾ സർവീസ് കമ്പനിയാണ്. ഫുൾ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ കിടക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈസ് നോക്കുമ്പോൾ പല ക്വാളിറ്റിയുള്ള പല വണ്ടികളുണ്ടാവും അല്ലേ? ഓക്കെ, അത് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇത് ഒരു ക്ലെയിം ഇല്ലാത്ത 1,10,000 കിലോമീറ്റർ ഓടിയ 2018 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന Z ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത് നമ്മൾ? ഇത് ലാസ്റ്റ് 16,20,000 കൊടുക്കുക. ലാസ്റ്റ് റേറ്റ് ആണ്. അതെ, 16,20,000. 16,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം NOCയിൽ സ്വന്തമാക്കാം അല്ലേ? അതെ. മാറണേ ഒരു 2 ലക്ഷത്തിനടുത്ത് കാണേണ്ടി വരും. അതെ, ഒരു 2 ലക്ഷം കാണേണ്ടി വരും. 2 ലക്ഷം കേരള നമ്പർ ആവണമെങ്കിൽ. അപ്പോൾ 2018 മോഡൽ ലാസ്റ്റ് വരുന്ന ഈ ഒരു Z ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് 16,20,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറിയല്ല ലോണും കാര്യമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും? ചെയ്യാം. അല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലേ മാറി കഴിഞ്ഞാൽ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ക്രിസ്റ്റ. ഇത് UP രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനമാണ്. ഇതും ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് തന്നെ. 1 ലാഖിന്റെ താഴെ ഓടിയ വാഹനമാണ് കേട്ടോ. എത്ര ഓട്ടം? 2018 GX ഓട്ടോമാറ്റിക്. ഓക്കെ, 69,000 കിലോമീറ്റർ ഓടിയുണ്ട്. 69,000 മാത്രം ഓടിയ വണ്ടി. 2018 GX ഓട്ടോമാറ്റിക് ആണ്. GX ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ, ഇതും ഓണർ കൂടിയിട്ടില്ല. അപ്പോൾ ഇതിന് ഒരു 1 മന്തിനുള്ളിൽ എടുക്കുമോ? ടൈം എടുക്കുമോ? ഒരു മാസം എടുക്കും. NOC കിട്ടാൻ ടൈം എടുക്കും. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. ഓക്കെ, കാര്യമായിട്ടുള്ള റീപെയിന്റ് കയറിയിട്ടുണ്ടോ? ഇല്ല, കയറിയിട്ടില്ല. ഒന്നുമില്ല. നിലവിലുള്ള കണ്ടീഷൻ എന്താണോ അതുപോലെ തന്നെ ഉണ്ട് അല്ലേ? ഓക്കെ, കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. നേരത്തെ കണ്ട വണ്ടിക്കും നല്ല ടയർ ഭാഗമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2018 പറഞ്ഞല്ലേ? 2018 GX ഓട്ടോമാറ്റിക് ആണ്. 2.8 എത്ര കൊടുക്കുക ഇത് NOCയിൽ? ഇത് ലാസ്റ്റ്
14,40,000 കൊടുക്കാം. 14,40,000 രൂപയ്ക്ക് 2018 GX ഓട്ടോമാറ്റിക് ഇന്നോവ ക്രിസ്റ്റ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 68,000 സംതിങ് കിലോമീറ്റർ ഓടിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇങ്ങോട്ടേക്ക് മാറിയാലേ ലോണും കിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഒരു ക്ലെയിമും ഇല്ല, 0 ക്ലെയിം വണ്ടി. അടുത്ത വണ്ടിയിലേക്ക്, അടുത്ത നമ്മളൊരു പ്രീമിയം സെഗ്മെന്റിലേക്ക് കിടക്കാണ്. അതായത് കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റ് തന്നെയാണ് അല്ലേ? മെർസിഡീസ് ബെൻസ് ഇ ക്ലാസ് E250 ആണ്, ഡൽഹി രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനമാണിത്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 മോഡലാണ്. 16 സെക്കൻഡ് ഓണർഷിപ്പിൽ 83,000 കിലോമീറ്റർ ഓടിയുണ്ട്. പ്രോപ്പർ സർവീസ് ഉണ്ടോ? ഉണ്ട്, എല്ലാം പീരിയോഡിക്കലി പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, 83,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? പനോറമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് E250. പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ അത്യാവശ്യം മൈലേജും കിട്ടും. ഒരു 17-18 റേഞ്ചൊക്കെ ലോങ്ങിൽ മൈലേജ് കിട്ടുന്ന സെഗ്മെന്റ് ആണ് അല്ലേ? ഓക്കെ, ലോങ്ങിലൊക്കെ അത്രയും മൈലേജ് കിട്ടും. ടൗണിലാണെങ്കിൽ കൂടി ഒരു 13 to 15 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, 0 ക്ലെയിം വണ്ടിയാണ്. ഇതിന്റെ ഇന്റീരിയർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും ഫെയ്ഡ് ആയിട്ടില്ല, നല്ല നീറ്റ് തന്നെയാണ് വണ്ടിയുള്ളത്. ഒറിജിനൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? ഓക്കെ, കുഴപ്പമില്ലാത്ത നല്ല ടയർ ബാഗ് ഉണ്ട്, ഒരു 80% ടയർ ബാഗ് ഉണ്ട്. ഇപ്പൊ എടുക്കുന്ന പാർട്ടിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല, എടുക്കാം ഓടിക്കാം, അത്രേ ഉള്ളൂ. സർവീസ് ആയിട്ടുണ്ടാവും ഇപ്പൊ 83 അല്ലേ? 83 ആയിട്ടുണ്ട്. 90 ചെയ്യേണ്ടി വരും. ഓക്കെ, 90 കഴിഞ്ഞാൽ പിന്നെ 1,05,000 ചെയ്താൽ മതി അല്ലേ? 15,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് സർവീസ് വരിക. അത്യാവശ്യം മൈലേജിൽ മെയിൻ്റനൻസ് കുറച്ച്, അതായത് ഈ ഒരു സെഗ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ മെയിൻ്റനൻസിൽ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. എത്രയാണ് ചോദിക്കുന്നത് NOC? 12,40,000 കൊടുക്കാം NOCയിൽ. 12,40,000 രൂപയ്ക്ക് 83,000 കിലോമീറ്റർ ഓടിയ 2016 സെക്കൻഡ് ഓണർഷിപ്പ് E250 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത്രയും മൈലേജ് കിട്ടുന്ന വണ്ടി. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്ര വേണ്ടി വരും? ഇത് ഏകദേശം ഒരു 2 ലക്ഷം 2 ലക്ഷത്തിന്റെ അടുത്ത് കണ്ടു. 2016 വണ്ടിയല്ലേ? 16 വണ്ടിയാണ്, അതുകൊണ്ട് 2 ലക്ഷം കാണി. ഓക്കെ, അപ്പോൾ ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടിയാണ്. താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ക്രിസ്റ്റ തന്നെയാണ്. നമ്മൾ ഇത്ര നേരം ഓട്ടോമാറ്റിക് കണ്ടു, ഇനി ഒരു മാനുവൽ കാണാം. ഇത് UP രജിസ്ട്രേഷൻ തന്നെ കിടക്കാണ്. ഇതേതാ മോഡല്? ഇത് 2019 GX മാനുവല്. ഓക്കെ, 85,000 കിലോമീറ്റർ ഓടിയുണ്ട്. 85,000. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. ഇതും 1 ലാഖിന്റെ താഴെ ഓടിയ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കാണ്. മേജർ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? മേജർ ക്ലെയിം ഒന്നുമില്ല, ഫുള്ള് പ്രോപ്പർ ആണല്ലേ സർവീസ് ഒക്കെ? ഓക്കെ, അപ്പോൾ ക്ലെയിമും കാര്യമൊന്നുമില്ല, കുഴപ്പമില്ലാത്ത ടയർ ഭാഗങ്ങളുണ്ട്. സീറ്റ് കവർ ഇപ്പം ചെയ്താണ്, നല്ല ചെയ്താണ്, നീറ്റ് സീറ്റ് കവർ ഉണ്ട്. അതാണ്, ഒന്നും ചെയ്യാനില്ല എടുക്കുന്ന പാർട്ടി, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, എത്ര ചോദ്യം എത്ര ഇപ്പോൾ? ഇത് 12,95 കൊടുക്കും ലാസ്റ്റ്. 12,95,000 രൂപയ്ക്ക് 2016 GX അല്ല 19 GX, സോറി 19 GX, 19 GX 12,95 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2019 GX മാനുവൽ ക്രിസ്റ്റ 85,000 ഓടിയ വണ്ടി, സിംഗിൾ ഓൺഷിപ്പ് തന്നെയാണ്. ഇതും മാറിയാലേ ലോൺ സൗകര്യം കിട്ടുള്ളൂ. വേറൊരു വർക്ക് ഇപ്പം ഇല്ലല്ലോ, ഒന്നുമില്ല. 19 GX ആണ് കിട്ടുന്നത് 12,95. അടുത്ത വണ്ടിയിലേക്ക്. ഇത്രയും നേരം റീ വണ്ടി കണ്ടു. ഇനി ഇത് അടുത്തത് കേരള, ഒറിജിനൽ കേരള ടൊയോട്ട ഫോർച്യൂണർ KL 18 വടകര രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ല. എൻ്റെ നാട്ടിൽ വരുന്ന വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 2 വീൽ ഓട്ടോമാറ്റിക്. ഓക്കെ, 80,000 കിലോമീറ്റർ ഓടിയുണ്ട്. 18 അല്ല, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. ഇതും സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. 80,000 ഓടിയിട്ടുള്ളൂ. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. പക്ക സർവീസ് എല്ലാം പോയിട്ടുണ്ട്. നീറ്റ് വണ്ടിയാണ് അല്ലേ? ഓക്കെ, ഒരു ക്ലെയിം ഇല്ലല്ലോ? ഇല്ലല്ല. ഇതിൻ്റെ ഷേപ്പ് മുന്നിൽ ജസ്റ്റ് ഗ്രില്ല് മാറ്റിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഗ്രില്ല് അഡീഷണൽ ചെയ്തതാണ്. വേറെ എന്തൊക്കെ അഡീഷണൽ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ടോ? കാര്യമായിട്ട് ചെറിയ സ്കാറ്റിംഗ് എല്ലാം കമ്പനി ചെയ്തതാണ്, വണ്ടി ഇറങ്ങിയ സമയത്ത് ചെയ്തതാണ്, ആ സമയത്ത് തന്നെ ചെയ്തതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ വലിയൊരു ഓട്ടോയും പോയിട്ടില്ല. 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ നോക്കുന്നുണ്ടെങ്കിൽ അതും ഒറിജിനൽ കേരള വണ്ടി, പ്രോപ്പർ സർവീസ് എല്ലാം ഉള്ള വാഹനമാണ്, ഒരു ക്ലെയിം ഇല്ലാത്ത വണ്ടി അല്ലേ? ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത് നമ്മൾ? ഇത് 31,75 കൊടുക്കുക ലാസ്റ്റ്. 31,70,75,000 രൂപയ്ക്ക് ഒരു ഫോർച്യൂണർ 2 വീൽ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള 2018 വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചു. ഇതിന് ലോണും കിട്ടും. ഒരു 29 രൂപയൊക്കെ കിട്ടുമോ? ഒരു 28 വരെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലോൺ സൗകര്യമുണ്ട്. അപ്പോൾ എന്തായാലും കേരള വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ ഇതും കൊണ്ടേ പോകും അല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഒരു ഒറിജിനൽ കേരള ക്രിസ്റ്റയാണ്, സിൽവർ കളർ വണ്ടി, KL 11 കോഴിക്കോട് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനമാണിത്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 Z ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ് 16. ഓക്കെ, 70,000 കിലോമീറ്റർ ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 70,000 ഓടിയിട്ടുള്ളൂ. സർവീസ് എല്ലാം പ്രോപ്പർ ആണ് അല്ലേ? അതെ, കറക്റ്റ് സർവീസ്. Z ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഒറിജിനൽ കേരള 2016 ക്രിസ്റ്റയാണ്. എത്ര ഇതിൻ്റെ ചോദ്യം ഇപ്പോൾ?
ഇത് 1860. 18,60,000 രൂപ അല്ലേ? ചെറിയായിട്ട് എന്തൊക്കെ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ അല്ലേ? ആ, റേറ്റിൽ വല്ലാതെ കുറയാനില്ല, ലാസ്റ്റാണ്. ചെറിയ ഓക്കെ, ഏകദേശം ലാസ്റ്റാണ്. 18,60,000 രൂപയ്ക്ക് 2016 Z ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി, ലോ കിലോമീറ്റർ, 1 ലാഖിൻ്റെ താഴെ ഓടിയ 70,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോണും കയറാൻ ചാൻസ് ഉണ്ട്. ഒരു 16 ലക്ഷമൊക്കെ ലോൺ കിട്ടും ഇത്? കിട്ടും. അതിന് മേലെ തന്നെ ചാൻസ് ഉണ്ട് അല്ലേ? കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു പ്രീമിയം സെഗ്മെന്റ്, അതും ഒറിജിനൽ കേരള റേഞ്ച് റോവറിന്റെ ഇവോക്കാണ്. അതായത് റേഞ്ച് റോവർ കാറ്റഗറിയിൽ സ്റ്റാർട്ടിങ് വരുന്ന വണ്ടി അല്ലേ? ഇതിൽ വേറെ ഡിസ്കവറി ഡിഫൻഡർ ഒക്കെ ഉണ്ട്, ഓരോ കാറ്റഗറിയാണ്. പക്ഷെ റേഞ്ച് റോവറിന്റെ കാറ്റഗറിയിൽ സ്റ്റാർട്ടിങ് വരുന്ന വാഹനമാണ് ഇവോക്ക്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടി തന്നെയാ? അതെ, കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു. പക്ഷെ ഒരു പാർട്ടി ഒരു അഡ്വാൻസ് ആക്കിയിരുന്നു, പക്ഷെ അയാൾക്ക് ഫൈനാൻസ് റെഡി ആയില്ല. എത്ര വരെ കിട്ടി ഫൈനാൻസ്? അവർക്ക് 24 ലക്ഷമാണ് ഫൈനാൻസ് പാസ്സായത്. വണ്ടി അന്ന് കൊടുത്തത് 39 ലക്ഷത്തിനായിരുന്നു പാർട്ടി സെയിൽ ആക്കി. പിന്നെ അവർക്ക് ഫൈനാൻസ് കിട്ടാത്തതുകൊണ്ട് അതെ നന്നായിട്ട് വിളി ഉണ്ടായിരുന്നു. പക്ഷെ അന്നപ്പോഴേക്ക് അഡ്വാൻസ് ആയി, പിന്നെ അത് കുറച്ച് നിന്ന് പോയി. ശരി, അങ്ങനെ. ഓക്കെ. അപ്പോൾ എന്തായാലും വീണ്ടും കാണിക്കുകയാണ്. അപ്പോൾ അന്ന് വിളിച്ച ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോക്കാം. ഇവിടെ തന്നെ ഉണ്ട് റേഞ്ച് റോവർ ഇവോക്കാണ്. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2020 വണ്ടി ഇറങ്ങുന്നത്. 29,000 കിലോമീറ്റർ ഓടിയുണ്ട്. 29,000. അതെ, ഓക്കെ. 20 ഇറങ്ങിയ വണ്ടിയാണ്. കേരള വണ്ടി, ഒറിജിനൽ കേരള. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. അതെ, ഓക്കെ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? വേറെ ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ. ടയർ ഭാഗമെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ എടുക്കുന്ന പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. അപ്പോൾ സർവീസ് വരെ ചെയ്ത് വെച്ച വണ്ടിയാണ്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, പ്രോപ്പർ സർവീസ് എല്ലാം പോയ വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ എടുക്കുന്ന ഒറിജിനൽ കേരള ഇവോക്ക്. നമുക്കിപ്പോൾ ഫൈനൽ എത്ര കൊടുക്കാം? ഏതായാലും ലാസ്റ്റ് 38,50 കൊടുക്കാം. ലാസ്റ്റ് 38,50,000 രൂപയ്ക്ക് ഫൈനൽ റേറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഒറിജിനൽ കേരള വാഹനം കൊണ്ടുപോകാം. അപ്പോൾ അന്ന് പറഞ്ഞതിനേക്കാൾ വില കുറച്ചു പിന്നെ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. അന്ന് പാർട്ടിക്ക് എത്ര ഫൈനൽ കൊടുത്തത്? അവർക്ക് കൊടുത്തത് 39,000 കൊടുത്തത്. 39 അതിലും കുറച്ചു അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. 38 ലക്ഷത്തിന് എന്തായാലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ നല്ല അടിപൊളി വണ്ടി, വേറൊരു വർക്കുമില്ല. ഇല്ല. ഓക്കെ. ലോണ് എത്ര വരെ പാസ്സാവും? വണ്ടിക്ക് എത്ര വരെ പാസ്സാവും? വണ്ടിക്ക് ഒരു 30 ലക്ഷം വരെ പാസ്സാവും. അത്രയും പാസ്സാവും അല്ലേ? ഓക്കെ. അപ്പോൾ ബാക്കി നിങ്ങളുടെ ട്രാക്കിലാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നാക്കി 25 വരെ എത്ര പാസ്സായി? 25 പാസ്സായത്. 25 വരെ. അപ്പോൾ ബാക്കി നിങ്ങളുടെ ട്രാക്ക് പോലെ ഇരിക്കും അല്ലേ കിട്ടുന്നത്? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും നമ്മൾ ക്രിസ്റ്റയിലേക്ക് എത്തി. ഹരിയാന രജിസ്ട്രേഷൻ വാഹനം തന്നെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018-19 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സെഡ് ഓട്ടോമാറ്റിക്. 78,000 കിലോമീറ്റർ ഓടിയുണ്ട്. 1 ലാഖിൻ്റെ താഴെ അല്ലേ? സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. നമ്മൾ ഫസ്റ്റ് കണ്ട വണ്ടി 18 മോഡൽ സെഡ് ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇത് 18 മോഡലും 19 രജിസ്ട്രേഷനുണ്ട് സെഡ് ഓട്ടോമാറ്റിക് തന്നെ. പക്ഷേ ഇത് 1 ലാഖിൻ്റെ താഴെ ഓടിയിട്ടുള്ളൂ, 78,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വണ്ടി അല്ലേ? ഫുൾ കമ്പനി സർവീസ് എല്ലാം ഉണ്ട്. ഫുള്ള് കമ്പനി സർവീസ് എല്ലാം ഉണ്ട്. NOC എവിടെ എടുത്തിട്ടില്ലല്ലോ? നിലവിൽ എടുത്തിട്ടില്ല. ഓക്കെ. നിങ്ങളെ RTOയിൽ ഈ കണ്ട വാഹനങ്ങളെല്ലാം, ഈ വാഹനങ്ങളെല്ലാം നിങ്ങളുടെ RTOയിൽ നിങ്ങളുടെ രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ. എത്രയുണ്ട് ചോദ്യം ഇപ്പോൾ? ഇത് 16,90 കൊടുക്കുക NOC-ൽ. ഓക്കെ. നമ്മൾ ആദ്യത്തെ വണ്ടി 18 സെഡ് ഓട്ടോമാറ്റിക് പറഞ്ഞത് 16,400 ഇത് 18 മോഡൽ 19 രജിസ്ട്രേഷൻ, ലോ കിലോമീറ്റർ, 78,000 കിലോമീറ്റർ ഓടിയ വണ്ടി 16,90 അല്ലേ? ഓക്കെ. NOC പ്രൈസ് ആണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നതാണ്. ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാറുന്നുള്ളത്. ഓക്കെ. അപ്പോൾ 0 ക്ലെയിം വണ്ടി അല്ലേ? ഓക്കെ. മാറണമെങ്കിൽ 2 ലാഖ് തന്നെ വരും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഇന്നത്തെ അവസാനത്തെ ക്രിസ്റ്റ ഡൽഹി രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 V മാനുവൽ. ഓക്കെ. 87,000 കിലോമീറ്റർ ഓടിയുണ്ട്. 87,000 കിലോമീറ്റർ ഓടിയ 19 V മാനുവലാണ്. ടോപ്പിൻ്റെ താഴെ വരുന്ന ഓപ്ഷൻ ഓട്ടോ ക്ലൈമറ്റ് AC അടക്കം ഫീച്ചർ വരുന്ന അലോയ്സ് ഒക്കെയുള്ള വാഹനമാണ് V എന്ന് പറയുന്നത്. 87,000 അല്ലേ? പ്രോപ്പർ സർവീസ് അല്ലാണ്ട്? അതെ, കറക്റ്റ് സർവീസാണ്. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ വണ്ടി. ഇതും സിംഗിൾ ഓണർഷിപ്പാണ്. പ്രോപ്പറായിട്ട് പോയിട്ടുണ്ട് അല്ലേ? സർവീസൊക്കെ. ടയർ ഭാഗങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ ഭാഗങ്ങളുണ്ട്. ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ട്? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് മാത്രം വേറൊന്നുമില്ല. അത് പ്രോപ്പർ കമ്പനി തന്നെ. ഓക്കെ. മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഇതുവരെ കണ്ട വണ്ടികളിലൊന്നും നമ്മൾ റീപ്ലേസ്മെന്റ് ഡൽഹിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. മെയിൻ ഗ്ലാസ്. ഓക്കെ, മെയിൻ ഗ്ലാസ് മാത്രം. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? 15,10 കൊടുക്കാം.
15,10,000 രൂപയ്ക്ക് NOCയിൽ നിങ്ങൾക്ക് 2019 V ഓപ്ഷൻ ക്രിസ്റ്റ കൊണ്ടുപോകാം. ഓക്കെ, മാനുവലാണ്. മാറണമെങ്കിൽ ഒരു 1.5 ആ റേഞ്ചിൽ ഏകദേശം ഇങ്ങോട്ടേക്ക് മാറാൻ കാണ്ടി വരും കേരള നമ്പർ ആക്കണമെങ്കിൽ. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താല്ലേ? ഓക്കെ, ഇന്നത്തെ സ്റ്റോക്ക് നമ്മൾ ഏകദേശം തീർന്നു. ഇനി വേറെ വണ്ടികൾ ഇപ്പോൾ വരാനുണ്ടോ? കയ്യിലുണ്ടോ? വരാനുണ്ട്. വേറെ ഷോറൂമിന്റെ വർക്ക് നടക്കുന്നുണ്ട് 2 മാസം കൊണ്ട്. ഓക്കെ, പുതിയ ഷോറൂം കൊടുവള്ളി തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഫുൾ സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, എന്തായാലും ചെറുവണ്ടികൾ ഇപ്പോൾ ഏതെങ്കിലും വരാനുണ്ടോ സ്റ്റോക്കിൽ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അർബൻ ക്രൂസർ ഉണ്ട് വരാനുണ്ട്. 2021 വണ്ടി ഉണ്ട്. 21 വണ്ടി വരാനുണ്ട്. മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ വണ്ടി 40,000 രൂപ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ അസീസ് ഖാൻ നമ്പർ ഇതാ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീട്ടിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് നരിക്കുനിയാണ്. ഓക്കെ, അപ്പോൾ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. വിട്ടുപോയത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊള്ളണം. നിങ്ങളില്ലാതെ നമുക്കൊരാഘോഷമില്ല അല്ലേ? അപ്പോൾ എല്ലാവർക്കും TKC കാസിലേക്ക് വരിക, നിങ്ങളെ ഇഷ്ടവാഹനം സ്വന്തമാക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.